ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോക്കോ ഓഫ് 2 വീണ്ടും ഒരു 5 ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ മെയിൻ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മേലെ കാണുന്ന ഈ പഞ്ച് ഹോൾ ഉണ്ടല്ലോ, പഞ്ച് ഹോളിനെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സെറ്റിങ്സിൽ പോയതിന് ശേഷം തീം സെർച്ച് ചെയ്യാം. തീം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീം വരുമല്ലോ, അപ്പോൾ തീം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മേലെ ടൈപ്പ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ക്യൂ, ഒരു മിനിറ്റ്, ഞാനത് ഓൾറെഡി എനിക്ക് ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ക്യൂ സ്റ്റോക്ക് V11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് സെർച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ആ തീം. ഓക്കെ, ഈ തീം അറൗണ്ട് 2 MB അടുത്താണ് വരുന്നത്. ഈ തീം നിങ്ങൾ നോക്കണം, ആൻഡ്രോയിഡ് ക്യൂ സ്റ്റോക്ക് V11 എന്ന തീം ഡൗൺലോഡ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഒരു കാര്യം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ സെറ്റിങ്സിൽ പോവാം, തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങളുടെ ഡിസ്പ്ലേ സെറ്റിങ്സ് തുറക്കണം. ഡിസ്പ്ലേ സെറ്റിങ്സ് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഡാർക്ക് മോഡ് ഓഫ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് വർക്ക് ആവുള്ളൂ. ഡാർക്ക് മോഡ് നമ്മൾ ഓഫ് ചെയ്തിടണം. ഓക്കെ, ഡാർക്ക് മോഡ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ പറഞ്ഞ ആൻഡ്രോയിഡ് ക്യൂ സ്റ്റോക്കിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ആൻഡ്രോയിഡ് ക്യൂ സ്റ്റോക്ക് V11 എന്നുള്ളത്, വിക്കിടയിൽ സ്പേസ് ഇല്ല എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇതാണ് ആ തീം. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് 2 ഹോളായിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഒരു സെപ്പറേറ്റ് 2 ഹോളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ട്രിക്ക്. ഇത് ട്രിക്ക് എന്നൊന്നും പറഞ്ഞാൽ തീമിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ശരിക്കും 2 പഞ്ച് ഹോളാണ്. ഇത് അവർ സെപ്പറേറ്റ് ആയിട്ട് ആക്കാൻ വേണ്ടി നമുക്ക് ഈ തീം യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് സ്റ്റോക്ക് V11 എന്ന് പറഞ്ഞൊരു തീമാണ്. ഓക്കെ, രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്നാണെന്ന്. അപ്പോൾ ഞാൻ ഗാലറി തുറന്നിട്ട് ഞാനിപ്പോൾ എടുത്ത ഒരു വീഡിയോ കാണിച്ചു തരാം. ഗാലറി തുറന്നതിന് ശേഷം ഇത് ഞാനിപ്പോൾ എടുത്ത വീഡിയോ ആണ്. അത് നല്ല രീതിയിൽ ഷെയ്ക്ക് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം, അതിനാണ് ഞാൻ ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇളക്കൊക്കെ കുറച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല സ്മൂത്തിലുള്ള വീഡിയോ എങ്ങനെ ആക്കാം എന്നാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോട്ടോസ് തീർക്കുക. ഗൂഗിൾ ഫോട്ടോസ് എടുത്തതിന് ശേഷം അത് തുറന്ന് വരുമ്പോൾ നമ്മുടെ വീഡിയോ വരും. അപ്ഡേറ്റ് പിന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത വീഡിയോ വരും, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൻ്റെ ഉള്ളിൽ സ്റ്റെബിലൈസ് എന്നൊരു ഓപ്ഷൻ അവർ തന്നെ തരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ആവുന്നതാണ്. മാക്സിമം ഒരു 79% നമ്മുടെ ഷേക്കുകളൊക്കെ പോവും. അതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അത് ഒരു ഓപ്ഷനാണ്. ഇത് കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന നല്ല ഷേക്കുകളൊക്കെ മാറിയിട്ട് നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോ കിട്ടി. ഓക്കെ, അടുത്ത ഞാനത് ഡിസ്കാർഡ് ചെയ്യാണ്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാനൊരു എക്സാമ്പിളായിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നോച്ചിൻ്റെയും ഇതിൻ്റെയും സെറ്റപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതെടുത്തു, നമ്മളൊരു കോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ കോളിനെ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറന്നു, അതിനെ നമുക്ക് എങ്ങനെ ബ്ലർ ചെയ്യാം എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റിങ്സിൽ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബ്ലർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രിവ്യൂ ബ്ലർ, അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ, ലാസ്റ്റ് സീൻ തുറന്ന് നോക്കുമ്പോൾ ആ ഫോണിൻ്റെ ഇത് ബ്ലറായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഇൻ കേസ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ബ്ലർ ചെയ്ത് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് കണ്ടത് എന്ന് നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിനോ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർമാർക്കാണ്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫോട്ടോ എടുത്തു, സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ പോക്കോ X2 ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഫോട്ടോ എടുത്തു എന്ന് ചോദിച്ചോ. അപ്പോൾ ഈ ഫോട്ടോൻ്റെ അടിയിലായിട്ട് പോക്കോ X2 ഈ സിമ്പിൾ കാണാൻ സാധിക്കും. അതെങ്ങനെ കളയാൻ സിമ്പിളായിട്ട് സെറ്റിങ്സിൽ പോയിട്ട് അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ചില ഫോട്ടോസിൽ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട്, അപ്പോൾ നമ്മൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ മേലെ റിമൂവ് വാട്ടർ മാർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
അത് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് വാട്ടർമാർക്ക് പോകും. അതിനുശേഷം സേവ് കൊടുത്താൽ മതി. അപ്പോൾ വാട്ടർമാർക്ക് അവിടെ നിന്ന് ഇറൈസ് ആവും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത ഒരു വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലായിട്ട് ഇടണമെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഇടാം. അപ്പോൾ വീഡിയോ പ്രൊഫൈലായിട്ട് ഇടണമെങ്കിൽ അല്ലെങ്കിൽ വാൾപേപ്പറായിട്ട് ഇടണമെങ്കിൽ നമ്മൾ ഗാലറിയിൽ പോവുക. നമ്മൾ ഏത് വീഡിയോ ആണോ ഇടാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് വാൾപേപ്പർ എന്നുള്ളതുണ്ടാവും. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാൾപേപ്പർ ഹോം സ്ക്രീന് അങ്ങനെ വീഡിയോ ആയിട്ട് സെറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ട്രിക്സുമായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മേലത്തെ പഞ്ച് ഹോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.